ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ശരീരത്തിൻ്റെ ഭ്രമങ്ങളോട് നോ പറയാനും ആത്മാവിൻ്റെ ആവശ്യങ്ങളോട് അതീവ ഗൗരവത്തോടെ അടുപ്പത്തിലാകാനുമുള്ള നാളുകളാണ് നോമ്പുകാലം. അതിനുള്ള അഭിഷേകമാണ് കുരിശ് പ്രദാനം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് മനുഷ്യൻ ശരീരത്തിൻ്റെ ഇച്ഛകളോട് അമിതമായ അടുപ്പത്തിലാകാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോമ്പുകാലത്ത് ഈ ശരീരത്തിൻ്റെ ഇച്ഛകളോടും അമിതമായ ആത്മാ അടുപ്പങ്ങളോടുമൊക്കെ അകലം പാലിക്കുക. ഭക്ഷണത്തിൻ്റെ മുൻപിലും ശരീരത്തിൻ്റെ സ്വാഭാവിക പ്രവണതയുടെ മുൻപിലും നോ പറയാൻ കഴിയുന്ന ഒരേയൊരു ജീവി മനുഷ്യനാണെന്നറിയുക. അതുകൊണ്ടാണ് നോമ്പെടുക്കുന്ന ഗണം മനുഷ്യർ മാത്രമാണെന്നൊക്കെ ഗുരുക്കന്മാർ പറയുന്നത്. നമുക്കോരോരുത്തർക്കും ജീവിതത്തിൻ്റെ ശരീരത്തിൻ്റെ ചില ചായ്വുകളോട് അധികമുള്ള ഉറക്കമാവാം, അമിതമായ ഭക്ഷണത്തോടുള്ള അടുപ്പമാവാം, ചില ശരീരത്തിൻ്റെ താല്പര്യങ്ങളോടുള്ള തെല്ല് കൂടിയ ഇഷ്ടങ്ങളാവാം. ഒന്ന് അകലത്തിൽ മാറ്റി നിർത്തിയിട്ട് ആത്മീയ മേഖലയിൽ ഉണർത്തുള്ളവരാണെന്ന്, ആത്മാവിൻ്റെ കാര്യത്തെ അതീവ ഗൗരവത്തോടെ എടുക്കുന്നുണ്ട് എന്ന് ഏവർക്കും മനസ്സിലാകാനിടയാകത്തക്ക വിധം ജീവിതത്തിന് മാറ്റം വരുത്താനുള്ള കൃപ ലഭിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. ഈശോയെ, ശരീരത്തിൻ്റെ ക്ഷണിക സുഖങ്ങളോട് ഭ്രമങ്ങളോട് അകലം പാലിക്കാൻ നോ പറയാൻ കരുത്തു തന്ന് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഈ അഭിഷേകത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതത്തെ ശരീര ഇച്ഛയിൽ നിന്നും ആത്മീയ താല്പര്യങ്ങളിലേക്ക് മാറ്റാൻ കൃപ നൽകിയാൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.